സ്നേഹ നമസ്കാരം പ്രിയപ്പെട്ടവരെ. കണ്ണൂർ വിഷൻ അവതരിപ്പിക്കുന്ന പള്ളിപ്പെരുമയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിലെ തന്നെ മൂന്നാമത്തെ പള്ളിയായ മാടായി പള്ളിയിലാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ മാടായി പള്ളി. ഇതിൻ്റെ അകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടുത്തെ ചരിത്രങ്ങളുള്ളത്, എന്തൊക്കെയാണ് ആ ചരിത്ര സ്മാരകങ്ങളായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സൈഫുദ്ദീൻ അൽ കാസ്മി, മാടായി മുസ്ലിം ജമാഅത്തിൻ്റെ ഇമാമാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ ഓണംപള്ളി എന്ന് പറയുന്ന പ്രദേശമാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളി. ഇന്ത്യയുടെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പൈതൃകം ഉറങ്ങുന്ന മണ്ണ്. നമുക്കറിയാം, മാടായി പള്ളി എന്നാൽ ഇന്ത്യയിലെ മൂന്നാമത്തെ മുസ്ലിം ദേവാലയമായി ചരിത്രരേഖകളിൽ കണക്കാക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മാടായി പള്ളി. മാലിക് ദീനാർ കേരളത്തിൽ പണിത പള്ളികളിൽ മൂന്നാമതായിട്ട് പണി കഴിപ്പിച്ച പള്ളി കൂടിയാണ് മാടായി പള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അതിൻ്റെ നാൾ വഴികൾ മാലിക് ദീനാറുമായി ബന്ധപ്പെട്ടാണ്, അതായത് ചേരമാൻ പെരുമാളും മാലിക് ദീനാറുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പൈതൃകം നിലകൊള്ളുന്നത്. നമുക്കറിയാം, ചേരമാൻ രാജാവ് കേരളത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധ മക്കയിലേക്ക് പോവുകയും അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 12ഓളം സഹാബാക്കളെ ദീനീ പ്രബോധനാർത്ഥം കേരളത്തിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ നായകത്വം വഹിച്ച വ്യക്തിയാണ് മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചേരമാൻ രാജാവ് ഒമാനിൽ വെച്ച് രോഗബാധിതനാകുകയും മരണപ്പെടുകയും അതിനു മുമ്പ് അദ്ദേഹം തൻ്റെ രാജ്യത്ത് പള്ളി നിർമ്മിക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു സാഹചര്യത്തിന് വേണ്ടി കത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. അതിൽ നിന്നാണ് ആദ്യമായ പള്ളി ചേരമാൻ പള്ളി ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും കേരളത്തിൽ ഉടനീളം പള്ളികൾ ഉണ്ടാക്കുകയും അതിൽ മൂന്നാമതായി നിർമ്മിച്ച പള്ളിയാണ് മാടായി പള്ളി. മാത്രവുമല്ല, ഇതിൻ്റെ ആദ്യത്തെ ഇമാമ് മാലിക് ദീനാറിൻ്റെ മകൻ ഹബീബ് ബിൻ മാലിക്കായി ചരിത്ര രേഖകളിൽ എഴുതപ്പെടുകയാണ് ചെയ്യുന്നത്.
ഇതിപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അംഗശുദ്ധി വരുത്തി നേരെ ഇങ്ങോട്ട് വരുന്ന ഇതൊക്കെ നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇത് നിസ്കരിക്കാനുള്ള ആദ്യം കാണുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതായത് മെയിൻ മെമ്പറൊക്കെ ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പ്രാർത്ഥന, ജുമാ പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വലിയൊരു പള്ളി തന്നെയാണ് ഈ മാടായി പള്ളി. കാലങ്ങൾക്കനുസൃതമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ പള്ളികളിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ചരിത്രങ്ങളുള്ള ഒരുപാട് സംഗതികൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മറ്റ് വശങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ആ ഒരു മക്ബറൊക്കെ ഇതിൻ്റെ പുറകുവശത്താണുള്ളത്. നമുക്ക് അതും കൂടെ കാണാം. ഇപ്പം നമ്മൾ കാണുന്ന ഈ പുറകുവശത്ത് കാണുന്ന ഒരു അറബിയിൽ എഴുതിയൊരു ലിപിയുണ്ട്. ഈ പള്ളിയുടെ പഴക്കം എന്താണെന്ന് അറിയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ലിപിയിലുള്ളത്. അതായത് ഹിജറ വർഷം 5 ഇത് സ്ഥാപിതമായത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ കാണുന്ന ആ ഒരു ലിപി, അറബി ലിപി. ഇത് അന്ന് എഴുതി വെച്ച അതേ അക്ഷരങ്ങൾ, അത് തന്നെ ഒരു മാറ്റവും വരുത്താതെ ഇന്നും ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്. നമുക്ക് ഈ പള്ളിയുടെ അകത്ത്, അതായത് മെയിൻ നിസ്കാര സ്ഥലത്തേക്ക് നമുക്ക് പോവാം. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح
അസ്സലാമു അലൈക്കും. ഞാൻ മാടായിപ്പള്ളിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളൊരു ഇവിടെ ചരിത്രപരമായ ഈ പള്ളിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ ചരിത്രത്തിലെ പല ഗവേഷകന്മാരും ഇവിടെ വന്നിട്ട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മുടെ പള്ളികളിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പള്ളി വരികയും അതിനുശേഷം ചെയർമാൻമാരുടെ മരുമകൻ മക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ധർമ്മടത്ത് ക്യാമ്പ് ചെയ്യുകയും അവിടുന്ന് അർക്കൽ തറവാട്ടിലേക്ക് വരും. അവിടുന്ന് മാടായി പ്രദേശം സന്ദർശിച്ചതിന് ശേഷമാണ് ഹിജറ 5 പള്ളി പുതുക്കിപ്പണിത്. അതിൻ്റെ ചരിത്ര ഫലിതമാണ് അത് കാണുന്നത്. പിന്നീട് വീണ്ടും ശേഷം മാലിക് ദീനാറിൻ്റെ കൂടെയുള്ളവർ ഇങ്ങോട്ട് വരികയും ഹബീബ് മാലിക് ദീനാർ അവരുടെ നേതൃത്വത്തിൽ വീണ്ടും ഈ പള്ളി പുതുക്കിപ്പണിതാണെന്ന് ചരിത്രകാരന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിൻ്റെതായിട്ടുള്ള പല തെളിവുകളും സഹാബാക്കളുടെ കഴിയത്ത് പ്രതികളും ഇവിടെ ലഭ്യമാണ്. ഞങ്ങളൊരു ലൈബ്രറി സജ്ജീകരിച്ചിട്ടുണ്ട്, അതിലുമുണ്ട്. പിന്നെ ഒരു ചരിത്രപരമായിട്ട് പ്രധാന ബുക്കുകൾ നമ്മുടെ ഓഫീസിലുണ്ട്. നിങ്ങൾ അത് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. നമ്മുടെ പള്ളിയുടെ കീഴിൽ മറ്റു 2 ജുമാ മസ്ജിദുകളും 8ഓളം നിസ്കാര പള്ളികളുമുണ്ട്. കൂടാതെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കോളേജ് നടത്തുന്നുണ്ട്. അത് അറബിക് കോളേജ്, അതിൽ ഇസ്ലാമിക് ലോ പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3-4 മദ്രസകളുണ്ട്. അതുകൂടാതെ പിന്നെ കൂടാതെ ഇവിടെയുള്ള കുറേ നമ്മളെ പഴയങ്ങളുടെ സംഘടനകൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, പാവപ്പെട്ട അനാഥാലയങ്ങളെ സംരക്ഷിക്കുക, കൂടാതെ വിധവകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പല സംഘടന മഹൽ നിവാസി കെയർ എന്നുള്ള സംഘടനകൾ നമ്മളെ പഴയകാലം വളരെ സജീവമാണ്. മുൻകാലങ്ങളിൽ ആദ്യം പിന്നെ കോഴി ബസാർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അതിർത്തി. അത് കഴിഞ്ഞിട്ട് മുട്ടത്തിൻ്റെ സൈഡും, പിന്നീട് എരുവ എന്ന് പറഞ്ഞാൽ അടുത്തില എന്ന് പറഞ്ഞ സ്ഥലം, പിന്നീട് പുല്ലാഞ്ഞട വരെ പഴയകാലമായിരുന്നു. ഇപ്പോഴും ഞങ്ങളത് പിന്നെ കോഴി ബസാർ എന്ന സ്ഥലം പുതിയങ്ങാടി മഹലിന് വിട്ടുകൊടുക്കുകയും സുൽത്താൻ തോടിൻ്റെ ഇപ്പുറത്തെ ഭാഗം പഴയങ്ങാടിലാക്കുകയും പിന്നീട് ഈ അതിർത്തി മാടായി പിന്നെ അടുത്തില എന്ന സ്ഥലത്താവുകയും പിന്നീട് പുല്ലാഞ്ഞാടിന് ഇപ്പുറമുള്ള സ്ഥലം മാടായിപ്പള്ളി പരിധിക്കാക്കുകയും ചെയ്തു. കാരണം മുൻപ് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ടുള്ള കാര്യം, കാരണം പല കാര്യങ്ങൾക്കും ചെന്നെത്തപ്പെടാനുള്ള പ്രയാസം കൊണ്ടാണ് ഇത്രയും ചുരുക്കി വെച്ചത്. അല്ലെങ്കിൽ വാടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമെല്ലാം നമ്മുടെ മാടായി മഹലിൽ പെട്ടതാണ്. വേറെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം ഏത് വീട്ടുകാർ ഇവിടുന്ന് വിട്ടു പോയാലും ഇവിടത്തേക്കാണ് തിരിച്ചത്. ഇവിടുത്തെയുള്ള ഓരോ ആഘോഷങ്ങളിൽ പങ്കാളിക്കുക, ഇവിടെ പങ്കുചേരുക. പിന്നെ ഇപ്പോഴും അവർ പറയുന്നതാണ് ഈ പള്ളിയായിട്ട് സഹകരിച്ച് ഇവിടെ തന്നെ ഒരു സംഘം വാങ്ങിക്കണം, ഇവിടുത്തെ കബർസ്ഥാനത്ത് തന്നെ ഞങ്ങളെ കബറടക്കണം എന്നുള്ള ആശയക്കാരാണ് അതിലുള്ള ആഗ്രഹക്കാരാണ് അതിലുള്ളത്. കാരണം അതാണ് ഈ പള്ളിയുടെ ചരിത്ര പശ്ചാത്തലം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലൈബ്രറി. ഒരുപാട് പുതിയ ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലതിൻ്റെയും റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഴയ കിതാബുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൽ വലിയൊരു പ്രത്യേകത തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഖുർആൻ, അതായത് ഈ എഴുത്തുകളൊക്കെ, ഇതൊക്കെ ഇപ്പോഴും അടുത്ത കാലത്തൊന്നും എഴുതിയതല്ല. ഇതൊക്കെ കയ്യെഴുത്തായിട്ടുള്ള കുറേ പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഇവിടെ മുന്നേ ഉണ്ടായ ദർസ് നടത്തിയ സമയത്തുണ്ടായ ഒരു ടൈം ടേബിളാണ് ഈ കാണുന്നത്. ഇതിനൊക്കെ വളരെ പഴക്കം ചെന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഉള്ള കമ്മിറ്റി ആൾക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് പരിപാലിച്ചു പോകുന്നു എന്നുള്ളത് കാണാൻ തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ നല്ല ഒരുപാട് പുസ്തകങ്ങൾ, അറിവ് നേടാനും ഒരുപാട് ഗവേഷണം നടത്താനുമുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഒക്കെ ഈ ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.
നമസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ വിശ്വാസികളൊക്കെ ഈ പള്ളിയിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണിത്. പ്രത്യേകിച്ചിട്ട് ഈ നോമ്പ് കാലങ്ങളൊക്കെ ആകുന്ന നേരത്ത് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാര പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അതിൻ്റെ പുറകു വശത്താണ് ഈ മഖാമ് ഉള്ളത്. ഇവിടെ ഒരുപാട് വിശ്വാസികൾ പല ആവശ്യങ്ങൾക്കും ഇവിടെ വരുന്നുണ്ട്. അവരുടെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് അതിൻ്റെ ഒരു പുണ്യം കൂടി ഇവിടുന്ന് അവർക്ക് നേടാൻ വേണ്ടി പറ്റുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല, ഇതര മതത്തിൽപ്പെട്ട സഹോദര മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് ആ മഖ്ബറയുടെ അകത്തേക്ക് പോവാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഈ മഖാമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ആദ്യം കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു വലിയ ഒരു മാർബിളിൻ്റെ ഭാഗങ്ങളാണ്. ഈ മാർബിളിൻ്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മക്കയിൽ നിന്നാണ് ഇതിവിടെ കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തുകയും അതിൻ്റെ പഴക്കം നോക്കാൻ വേണ്ടിയിട്ട് ഗവേഷകന്മാർ ഇത് ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കൃത്യമായിട്ട് അവർക്കത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1400-1500 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു മാർബിളിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ മാർബിളിൻ്റെ ഭാഗങ്ങൾ ഒരു 4-5 മാർബിളിൻ്റെ ഭാഗങ്ങളാണ് മക്കയിൽ നിന്ന് ആ സമയത്ത് കൊണ്ടുവന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പല സ്ഥലത്തും കൊണ്ടുവന്ന ഈ മാർബിളിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്ഥലത്തെ മാർബിളിൻ്റെ ഭാഗം മാത്രമാണ് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് പരിപാലിച്ചു പോകുന്നത് ഈ ഒരു മാടായി പള്ളിയിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോയിട്ട് മഖാമിൻ്റെ, അതായത് ഈ മഖ്ബറയുടെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മഖ്ബറയിൽ 2 മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മാലിക് ദിനാറിൻ്റെ ആ ഒരു സംഘത്തിൽപ്പെട്ട 2 വലിയക്കളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെയാണ് വിശ്വാസികളായ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മഖ്ബറയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്കറിയാം, മാടായി പള്ളിയുടെ അകത്തളങ്ങളിൽ 2 സഹാബാക്കളുടെ, അതായത് പ്രവാചക അനുചരന്മാരുടെ മഖ്ബറ നിലകൊള്ളുന്നുണ്ട്. ഒന്ന്, 2 പേരും മാലിക് ദിനാറിന്റെ മക്കളായി ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് അബ്ദുറഹ്മാൻ ബിൻ മാലിക്കും മറ്റൊന്ന് മുഹമ്മദ് ബിൻ മാലിക്കുമാണ്. ഇതിന്റെ പഴയ ചരിത്ര കാലഘട്ടത്തിൽ സഹാബാക്കൾ ഉപയോഗിച്ചിരുന്നതായ മിമ്പർ ഇന്നും ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ, ചരിത്രത്തിൻ്റെ ആ നാൾ വഴിയുടെ പ്രാധാന്യത്തെ കണക്കാക്കിക്കൊണ്ട് ഇന്നും വളരെ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മഖ്ബറകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ അറബി ലിപി, ആ അറബി ലിപി പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച അറബി ലിപിയായിട്ട് ചരിത്രാന്വേഷികൾ എഴുതപ്പെടുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കാലഘട്ടത്തിലുള്ളതായ രാജാക്കന്മാർക്ക് പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനാർത്ഥം, അതായത് ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ ലിപികൾ, അക്കാലഘട്ടത്തിൽ എഴുതിയ സഹാബാക്കളുടെ ലിപികൾ അതേ ലിപി തന്നെയാണ് ഇന്നും
ഈ മാടായി പള്ളിയുടെ അകത്തളത്തിലുള്ളതായ മഖ്ബറകളിൽ എഴുതിയിരിക്കുന്ന അറബി ലിപികൾ, അതായത് അക്കാലഘട്ടത്തിൽ തന്നെ എഴുതിയതായി അതിനെ അനുമാനിക്കപ്പെടുകയും തീരുമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിന്നെ മാത്രവുമല്ല, സഹാബാക്കൾ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവർ മക്കയിൽ നിന്ന് കൊണ്ടുവന്നതായ ഒരു ശിലാഫലകം അത് ഇന്നും വളരെ കൃത്യമാം രീതിയിൽ മാടായി പള്ളിയുടെ അകത്തളങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഹിജറ 5-ൽ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 58 വയസ്സുള്ളപ്പോൾ AD 629 ഹിജറ 5-ൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ 3ാമത്തെ പള്ളിയാണ് മാടായി പള്ളി എന്ന് ആ ചരിത്ര രേഖകൾ കൃത്യമായിട്ട് ആ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. വടക്കൻ മലബാറിന്റെ ഒരു പ്രധാനപ്പെട്ട പള്ളിയായ മാടായി പള്ളി, അതിൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടിയും അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയും ധാരാളം വിദ്യാർത്ഥികളും അതുപോലെ ചരിത്ര ഗവേഷകരും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നൊക്കെ വരുന്നതായി നമുക്ക് കാണാൻ കഴിയും പള്ളി സന്ദർശിക്കുവാൻ. ഇവിടെ മഖ്ബറയിൽ അടക്കപ്പെട്ടിരിക്കുന്നതായ സഹാബത്തിന്റെ ഖബറിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ തദ്ദേശീയരും അതുപോലെ തന്നെ പുറത്തുള്ളവരും മുസ്ലിമീങ്ങളല്ലാത്ത വിശ്വാസികളൊക്കെ, സഹോദര സമുദായ വിശ്വാസികളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാനും മറ്റുമൊക്കെയായിട്ട് മാടായി പള്ളിയിൽ വരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. മാത്രമല്ല, അവരെ 2 കൈയും നീട്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, അവരെ സ്വീകരിക്കുന്നത്. ജനബാഹുല്യത്തെ കണക്കിലെടുത്തുകൊണ്ട് പല പ്രാവശ്യങ്ങളിലായിട്ട് പഴയ പള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കാണുന്ന പള്ളി ഏകദേശം ഒരു 4ാമതായിട്ട് പുതുക്കപ്പെടുന്ന പള്ളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനുമാനിക്കപ്പെടുന്നത്. പിന്നെ മാടായി പള്ളി കേവലം ഒരു മുസ്ലിം ആരാധനാലയം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വടക്കൻ മലബാറിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈറ്റില്ലം കൂടിയാണ്. തൊട്ടപ്പുറത്ത് നമുക്ക് മാടായി കാവും അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയവും ജൂത കുളവുമെല്ലാം, അതായത് വിവിധ മതങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ഈ മാടായി എന്നുള്ളത്. അതായത് പണ്ട് കാലഘട്ടത്തിൽ തോറ്റമ്പാട്ടിൽ നമുക്കറിയാം, തോറ്റമ്പാട്ട് തന്നെ പറയുന്നത് മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി മലനാട്ടിലെ പള്ളി മാടായി പള്ളി എന്നാണ്. അതായത് മക്കത്ത് പള്ളി ഉണ്ടായിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പള്ളി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ അതിൻ്റെ ചരിത്രത്തിന്റെ ആ ഉയർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മൾ ഈ മക്ബറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു സ്ഥലമാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളതായ, അതായത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് മിമ്പറാണ്. ഇവിടെ നിന്നാണ് അന്ന് നിസ്കാരം നിർവഹിച്ചതും കുതുബ നിർവഹിച്ചതും ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് അന്ന് നിസ്കാരങ്ങളൊക്കെ നടന്നത്. ഇവിടെ ആദ്യം പള്ളി ഉണ്ടായ ഒരു ഭാഗം ഇവിടെയാണ്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന പള്ളിയുടെ കുറച്ചുകൂടെ വിപുലമാക്കിയിട്ട് പള്ളി ഒന്നുകൂടെ പുതുക്കി പണിതത്. അപ്പോൾ ഈ പറയുന്നതാണ് മിഹ്റാബ്. ഈ കാണുന്നത് മിഹ്റാബാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ കിബിലയുടെ ഒരു ഡയറക്ഷൻ പറഞ്ഞാണ് ഈ മിഹ്റാബ്. ഇവിടെ നിന്നാണ് നിസ്കാരങ്ങളൊക്കെ നടന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മിമ്പർ ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് ഇത് ഒരൊറ്റ പാറക്കല്ലിലാണ് ഇത് നിർമ്മിച്ചത് എന്ന് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇതിന് വേറെ ഒരു നമ്മളെ ഇടയിലുള്ള ഒരു കല്ലുകെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു താങ്ങോ ഒന്നുമില്ലാതെ തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഈ കാണുന്ന മിമ്പർ എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ദേവാലയമാണ്, ഒരു പള്ളിയാണ് മാടായി പള്ളി. ആയിരങ്ങളോളം വീടുകളുള്ള വിശാലമായ രീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മഹല്ലംഗങ്ങളുള്ളതായ വളരെ പ്രധാനപ്പെട്ട പള്ളി. അതായത് വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു ജനബാഹുല്യം. പ്രത്യേകിച്ച് മാടായി പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മഹല്ലംഗങ്ങൾ മറ്റു നാടുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഈ മഹലിൽ നിന്ന് മാറാത്തൊരു സാഹചര്യം. കാരണം അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെയും അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെയും അവർ
മുഖവിലക്കെടുത്തുകൊണ്ട് മാടായി മഹലിൽ തന്നെ വരാനും ഇവിടെ ജുമാ കൂടാനും, പ്രത്യേകിച്ച് റമദാനിലൊക്കെ എത്ര വിദേശികളായാൽ പോലും ജീവിതത്തിൽ ഒരു വട്ടമേ, അതായത് വർഷത്തിൽ ഒരു വട്ടമെങ്കിലും വിദേശത്ത് നിന്ന് മാടായി പള്ളിയിൽ ജുമാ കൂടാൻ വേണ്ടി അവർ വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാടായി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ 7ഓളം പള്ളികളും അതുപോലെ തന്നെ ഒരു വനിതാ അറബി കോളേജും അതോടൊപ്പം ഈ 7ഓളം പള്ളികൾ അതുമായി ബന്ധപ്പെട്ട് മദ്രസകളും നിലവിൽ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മഹല്ലിലുള്ള പാവപ്പെട്ടവർ, അതുപോലെ തന്നെ വൃദ്ധകളായവർ, വിധവകളായവർ, അവരെ ചേർത്ത് പിടിക്കുന്ന ധാരാളം മഹല്ലിന്റെ കീഴിൽ ധാരാളം സന്നദ്ധ ചാരിറ്റി സംഘടനകളുണ്ട്. അവരെല്ലാം അവരുടെ കൃത്യമായ രീതിയിൽ അവരുടെ സേവനം നമ്മുടെ മഹല്ലിന്റെ അശരണരായ, പാവപ്പെട്ടവരായ, നിരാലംബരായ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൽ വലിയ ഉത്സാഹം കാണിക്കുന്നു എന്നുള്ളത് ഈ മഹല്ലിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. കൂടുതലും നമ്മുടെ ഈ മാടായി മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഇതിന്റെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം എന്നുള്ള ഗൾഫ് പ്രവാസികളാണ്. ധാരാളമായി ഗൾഫിന്റെ സ്വാധീനമുള്ള ഒരു മേഖലയാണല്ലോ, പ്രത്യേകിച്ച് വടക്കൻ മലബാറും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഭൂരിഭാഗം ആളുകളും ഗൾഫിനെ ആശ്രയിച്ചും അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാടായി മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള ആളുകൾക്കുള്ള ആത്മീയമായ പരിപോഷണം, ആത്മീയമായ വളർച്ച എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമയങ്ങളിലൊക്കെ ദീനീ പഠനങ്ങൾ, അതായത് ആത്മീയമായ ക്ലാസ്സുകളും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇമാമുമാരുടെയൊക്കെ നേതൃത്വത്തിൽ അത് വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. നമ്മളിപ്പോൾ ഇതിനകത്തുള്ള 2 മക്ബറയാണ് കണ്ടത്. അതിൻ്റെ പുറത്തെ ഭാഗത്തുള്ള ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ മക്ബറ എന്ന് പറയുന്നത്, ഇത് ആ മക്ബറക്ക് മുമ്പ്, അതായത് അവിടെ ഉള്ളവർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു മക്ബറയാണിത്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം ആരും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഇവിടെ ഒരു മക്ബറ ഉണ്ടെന്ന് അറിഞ്ഞതും ഈ തരത്തിലേക്ക് ഇതിനെ മാറ്റി ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ പരിപാലിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, മാടായി പള്ളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. മറ്റൊരു പള്ളിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. മാസ്സലാം.